ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ദുബായ് വൈറൽ ബ്രെഡ് ചീസ് കേക്കാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഓവൻ ഉപയോഗിക്കാതെ മിനിറ്റുകൾക്കുള്ളിൽ ഇത് വീട്ടിൽ തയ്യാറാക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ക്രീമി ഡെസേർട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. വലിയ പണികളൊന്നുമില്ലാതെ മിനിറ്റുകൾക്കുള്ളിൽ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ആദ്യമായിട്ട് നമുക്കൊരു ബ്രെഡ് പാക്കറ്റ് എടുത്ത് അതിൻ്റെ അരികുകളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് പിന്നെ നമ്മൾ അതിലേക്ക് എടുത്തിരിക്കുന്നത്. ഈ വിപ്പിംഗ് ക്രീം നമുക്ക് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റായി വരുമ്പോൾ നമ്മൾക്കിനി അതിലേക്ക് ചേർക്കുന്നത് ഒരു കഷ്ണം ചീസാണ്. മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഏത് ചീസായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് നമുക്ക് മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്ര മധുരമാണോ അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതും കൂടി മൂന്നും കൂടി കൂട്ടിയിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ നമ്മുടെ ബ്രെഡ് ചീസ് കേക്ക് ഉണ്ടാക്കാൻ. ടേസ്റ്റ് ആണെങ്കിൽ പറയണ്ട, അപാര ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് നമ്മളുടെ ഈ ബ്രെഡ് ചീസ് കേക്ക്. വെറുതെ അല്ല ദുബായിലൊക്കെ ഇത് വൈറലായത്. അത്രയും ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചതൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോ ബ്രെഡ് വെക്കുമ്പോഴും നമ്മുടെ ക്രീം അതിലേക്ക് ഇങ്ങനെ പുരട്ടി വെച്ച് കൊടുക്കാം. ഓരോ ബ്രെഡിൻ്റെ മുകളിലുമായിട്ട് അങ്ങനെ 5 ബ്രെഡാണ് ഒരട്ടിയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 3 അട്ടി ബ്രെഡാണ് ഞങ്ങൾ അടുപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇതിലൊക്കെ 4 പുറവും ഓരോ ബ്രെഡ് വെക്കുമ്പോഴും ഞങ്ങൾ ഈ ക്രീം നല്ലവണ്ണം പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട സൈഡ് ഭാഗത്തൊക്കെ നല്ലവണ്ണം ക്രീം പുരട്ടി കൊടുത്ത് ഇനി അതിൻ്റെ ഒപ്പം തന്നെ ആയിട്ടാണ് നമ്മൾ അടുത്ത ബ്രെഡും വെക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനുണ്ടാകും. ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലൊക്കെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ക്രീം നല്ലവണ്ണം തേച്ച് കൊടുക്കണം. ഇത് ക്രീം കൊണ്ട് നമ്മുടെ ഈ ബ്രെഡൊക്കെ ഫുള്ളായി വെച്ചിട്ട് ഫുള്ളായി ക്രീം പൊതിഞ്ഞെടുക്കണം നമ്മുടെ കേക്ക്. ഇത്രയും ഡീറ്റെയിൽ ആയി കാണിച്ചു തരുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഫ്ലോപ്പ് ആവരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ഓരോ ബ്രെഡ് വെക്കുമ്പോഴും അത് എങ്ങനെയാണ് വെക്കുന്നത് എന്ന് ഡീറ്റെയിൽ ആയി കാണിച്ചു തരുന്നത്. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഈ ബ്രെഡ് ചീസ് കേക്ക്. അപ്പോൾ നമ്മുടെ ബ്രെഡ് 3 അട്ടിയും ഒരേപോലെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരുപോലെ വെച്ച് നമ്മൾ 4 പുറവും ക്രീം നല്ല പോലെ തേച്ച് കൊടുക്കുകയാണ്. ബീറ്റർ വെച്ചിട്ട് തന്നെ ഇത് അടിച്ചെടുക്കണം എന്നില്ല കേട്ടോ. ചീസ് നമ്മൾ ഉണ്ടാക്കിയത് നമുക്കൊരു വിസ്ക് ഉണ്ടെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ല കട്ടിക്ക് തന്നെ ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ക്രീം. ഇതിന് മുകളിൽ നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ നമ്മുടെ ചീസ് തന്നെയാണ് ഒരതി ഇട്ട് കൊടുക്കുന്നത്. നമ്മളുടെ ആ ക്രഷ് ചെയ്യുന്ന അതിലിട്ടിട്ട് നമ്മൾ നല്ലവണ്ണം ഒരതി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പിന്നെ ഞങ്ങൾ വൈറ്റ് ചോക്ലേറ്റും ഒരതി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ ഈ ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്തത് കൊണ്ട് ഒന്നും കൂടി ഒരു നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ബ്രെഡ് ചീസ് കേക്കിന് കിട്ടുന്നത്. വാവ്, അമേസിങ്, അടിപൊളി നമ്മുടെ ബ്രെഡ് ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ് ഞങ്ങൾ. അതിലും കൂടുതലൊന്നും ഫ്രിഡ്ജിൽ വെക്കേണ്ടതില്ല. ഇനി നമുക്ക് സ്ലൈസായി കട്ട് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു രക്ഷയില്ലാത്ത അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ചീസ് കേക്ക്, ബ്രെഡ് ചീസ് കേക്ക്. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള വ്യത്യസ്തമായ റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. സൂപ്പർ ടേസ്റ്റുള്ള ബ്രെഡ് ചീസ് കേക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളിയാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.